എല്ലാവർക്കും നമസ്കാരം. യേശുക്രിസ്തുവിലൂടെ പുതിയ നിയമ ഇസ്രയേലിൻ്റെ രൂപീകരണം എന്നുള്ളൊരു സബ്ജക്റ്റിനെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചു നിർത്തിയത് നമ്മൾക്കറിയാം, പത്രോസും യോഹന്നാനും കൂടെ യെരുശലേം ദേവാലയത്തിലേക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു പോവുകയാണ്. അപ്പോൾ കടന്നു പോകുന്ന വഴിക്കൊരു മുടന്തനെ കണ്ടതും അമ്മയുടെ ഉദരത്തിൽ തൊട്ടേ പുള്ളി മുടന്തനായിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ മുടന്തനെ കണ്ടതും ആ മുടന്തന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞു പുള്ളിക്ക് സൗഖ്യം കൊടുത്തതുമൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഈ സംഭവം നടന്നവർ ദേവാലയത്തിലും ആ നേരത്ത് പ്രാർത്ഥിക്കാൻ വന്ന എല്ലാവരും ഈ സംഭവം അറിഞ്ഞു. അപ്പോൾ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെന്ത് വിചാരിച്ചു, അവർ എന്താ പറയുക, അവിടെയുള്ള മൂപ്പന്മാരെയും എല്ലാവരെയും അറിയിച്ചു. അപ്പോൾ അവർ പെട്ടെന്ന് വന്നു. അപ്പോൾ അവർ വന്ന് ഇതെന്താണ് സംഭവം എന്നൊക്കെ ഇങ്ങനെ കണ്ടു. അവർക്കുള്ളിൽ ഭയങ്കര ദേഷ്യമാണ് ഇവരോട് തോന്നിയത്. കാരണം ഇവർ ആരെയാണ്, യേശുക്രിസ്തുവിനെ അവർ ക്രൂശിച്ചു കൊന്നതാണല്ലേ. അപ്പോൾ യേശുക്രിസ്തുവിനെ യഹൂദന്മാർ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഈ അംഗീകരിച്ചു ഈ ശിഷ്യന്മാർ യേശുക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർക്ക് ആകെ അസ്വസ്ഥതയുണ്ടാവുകയും അവർ പെട്ടെന്ന് തന്നെ അവരുടെ എന്താ പറയുക ഭരണാധികാരികളെയൊക്കെ അറിയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവരെ വന്നിട്ട് പത്രോസിനും യോഹന്നാനെയും അവർ തടവിലാക്കുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഇവരോടിങ്ങനെ എന്താണ് നിങ്ങൾ പറയുന്നത് എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അടിച്ചിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ ഈ നാമത്തിൽ സംസാരിക്കരുത് എന്നൊക്കെ പറയുകയാണ്. പക്ഷേ അവർ പറയുന്നു, ഞങ്ങൾ കേട്ടതും കണ്ടതുമായ സത്യങ്ങൾ എങ്ങനെ ഞങ്ങൾ സംസാരിക്കാതിരിക്കും എന്നൊക്കെയുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടെ അവരിയ്ക്കുകയും അതിനുശേഷം നമ്മൾക്കറിയാം ഇവർ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നു എന്ന പേരിൽ അപ്പസ്തോലന്മാരെയെല്ലാം തടവിലാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അവർ ഇങ്ങനെ എന്താ പറയുക, ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ അവർ നിർത്താതെ ദൈവത്തിൻ്റെ വചനം അവർ പറഞ്ഞുകൊണ്ടുണ്ട്. യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം അവരിങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് ഒരു ഭാഗത്ത് കഷ്ടമുണ്ടെങ്കിലും എന്താണ്, ഒത്തിരി ആൾക്കാർ ഇവരുടെ എന്താ പറയുക ഇവർ സംസാരിക്കുന്ന വചനം കേട്ട് യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ കൂടി വന്നപ്പോൾ ശിഷ്യന്മാർക്ക് തോന്നി ഞങ്ങൾക്കെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവർ 2 ശിഷ്യന്മാരെയൊക്കെ ഇവർക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ തിരഞ്ഞെടുക്കുന്ന കണ്ടപ്പോഴത്തേക്കും അതിലൊരാളാണ് ഈ സ്തേഫാനോസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനിപ്പോൾ നമ്മൾ എസ്തഫാനോസ് അങ്ങനെയൊക്കെ നമ്മൾ വിളിക്കും. ഓക്കെ, സ്തേഫാനോസ് എന്ന് പറയും. അപ്പോൾ ഈ സ്തേഫാനോസ് എന്ന് പറഞ്ഞാൽ സ്തേഫാനോസിനെ അവിടെ പറഞ്ഞിരിക്കുന്നത് പുള്ളി പരിശുദ്ധാത്മാവ് നിറഞ്ഞ നല്ലൊരു മനുഷ്യനായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവും നല്ല വിശ്വാസവുമുള്ള നല്ലൊരു വ്യക്തിയാണ് തിരഞ്ഞെടുത്തത്. അല്ലാതെ അവിടെ ഇവിടെയും കാണുന്ന ഒരുത്തനെ അല്ല തിരഞ്ഞെടുത്തത്. നല്ലൊരു വിശ്വസ്തനായ ഒരു വ്യക്തിയായിരുന്നു അവർ തിരഞ്ഞെടുത്തത്. ഓക്കെ, അങ്ങനെ ഈ സ്തേഫാനോസ് ഇങ്ങനെ ദൈവത്തിലിങ്ങനെ ഉറച്ചിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ സ്തേഫാനോസിൻ്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്തു, ഈ എന്താ പറയുക യഹൂദന്മാരിലെ പ്രമാണികൾക്കൊക്കെ ആകെപ്പാടെ അങ്ങ് പ്രശ്നമുണ്ടായി. അവർ സ്തേഫാനോസിനെ പിടിച്ച് അവരെന്ത് ചെയ്തു, നീ എന്തായി പറയുന്നതൊക്കെ പുള്ളിയോട് ചോദിക്കുകയും പുള്ളി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അവരോട് ഇങ്ങനെ തുടക്കം മുതൽ ഇങ്ങനെ പറയുകയുണ്ടായി. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സ്തേഫാനോസിന് ഇവരെന്ത് ചെയ്തു, ഇവരെല്ലാവരും കൂടി പുള്ളിനെ അങ്ങ് കല്ലെറിഞ്ഞ് പുള്ളിനെ അങ്ങ് കൊല്ലുവാൻ എന്താ പറയുക തുടങ്ങി. അപ്പോൾ ആ കൊല്ലുവാൻ തുടങ്ങുന്നതിന് മുന്നേ പുള്ളി പറയുന്നുണ്ട്, എന്താ പറയുക സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവം അവിടെ നിൽക്കുന്നതും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് പുത്രനായ യേശുക്രിസ്തു നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പുള്ളി ഇങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പുള്ളി അങ്ങ് പറയുകയാണ്. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ഒന്നും കൂടി അവരെന്ത് ചെയ്തു, അവനെ അങ്ങ് കല്ലെറിഞ്ഞ് അങ്ങ് കൊല്ലുകയാണ്. അപ്പോൾ കല്ലെറിഞ്ഞ് കൊന്നപ്പോൾ ആ കൂട്ടത്തിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഷൗൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ വ്യക്തിയുടെ കയ്യിലാണ് എന്ത്, ഇവൻ്റെ വസ്ത്രങ്ങളൊക്കെ ഉരിഞ്ഞാണല്ലേ ഇവനെ കല്ലെറിഞ്ഞ് കൊന്നത് ഈ സ്തേഫാനോസിന്. അപ്പോൾ ഈ വസ്ത്രമൊക്കെ സൂക്ഷിച്ചിരുന്ന ആളാരാണ്, ഈ ഷൗലാണ്. അപ്പോൾ ഈ ഷൗൽ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ എന്താ പറയുക ഈ ക്രിസ്ത്യാനികളെ ഒത്തിരി ഉപദ്രവിച്ചു കൊണ്ട് വന്ന ഒരു യഹൂദനാണ്. പുള്ളി ഇങ്ങനെ ഒത്തിരി ഉപദ്രവിക്കുകയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആരെങ്കിലും പ്രസംഗിച്ചാൽ അവരെയൊക്കെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വരണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്താ പറയുക അവർക്ക് കൽപ്പന കൊടുക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഈ ഷൗൽ എന്ന് പറയുന്നവൻ. അപ്പോൾ നമ്മൾക്കറിയാം അങ്ങനെ സ്തേഫാനോസിൻ്റെ മരണം കഴിഞ്ഞു. അതിനുശേഷം ഈ ഷൗലിന് ഒന്നും കൂടി ഉഷാറായി. പുള്ളി എന്ത് വിചാരിച്ചിരിക്കുകയാണ്, പുള്ളി ഒന്നും കൂടി എല്ലാ ക്രിസ്ത്യാനികളെയും പിടിച്ച്, അതായത് ക്രിസ്തുവിനെ അംഗീകരിക്കുന്നവരെ ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നവരെയൊക്കെ പിടിച്ച് തടവിലാക്കുവാനുള്ള ഉന്നതങ്ങളിൽ നിന്നുള്ള പത്രങ്ങളൊക്കെ മേടിച്ച് പുള്ളി ഇങ്ങനെ എല്ലായിടത്തോട്ടും ഇങ്ങനെ ലെറ്ററൊക്കെ ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ പുള്ളി അടുത്തൊരു ദൗത്യത്തിന് വേണ്ടി, അതായത് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടി ഷൗൽ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ദമാസ്കസിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ അങ്ങോട്ട് യാത്ര ചെയ്യുന്ന സമയത്താണ് ഇവൻ എന്ത് ചെയ്തിരിക്കുകയാണ്, ഈ ഷൗൽ യാത്ര ചെയ്യുമ്പോൾ അവൻ പെട്ടെന്ന് കുതിരപ്പുറത്തുനിന്ന് വീഴുകയും ഒരു വലിയ വെളിച്ചം
അവൻ്റെ മേൽ അടിക്കുകയും അവന് കുതിരപ്പുറത്തുനിന്ന് അവൻ വീഴുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനോട് യേശുക്രിസ്തു ചോദിക്കുന്നുണ്ട്, ഷൗലെ നീ എന്തിനാ എന്നെ ഉപദ്രവിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഷൗല് നോക്കുമ്പോൾ പുള്ളി അന്തം പെട്ടുപോയി അല്ലേ. അപ്പോൾ പുള്ളി നോക്കുമ്പോൾ പുള്ളി ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കുന്ന ആളെയൊന്നും പുള്ളി ഉപദ്രവിച്ചിട്ടില്ല. പുള്ളി ഉപദ്രവിച്ചത് ആരെയാണ്? യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പറയുന്ന ശിഷ്യന്മാരെയാണ് ഉപദ്രവിച്ചത്. അപ്പോൾ അത് ആർക്കാണ് കൊണ്ടിരിക്കുന്നത്? അത് ദൈവത്തിനാണ് കൊണ്ടിരിക്കുന്നത്, യേശുവിനാണ് അത് കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് യേശു ചോദിച്ചത്, ഷൗലെ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. അപ്പോൾ ശൗല് ചോദിച്ചു, കർത്താവെ അങ്ങ് ആരാ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാൻ എന്നിങ്ങനെ ശൗലിനോട് പറഞ്ഞു. അങ്ങനെ ശൗല് 3 ദിവസം അന്ധനായി തീർന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത്രയും പ്രകാശമാണ് യേശുക്രിസ്തുവിൻ്റെ ആ ഒരു തേജസ്സിൻ്റെ പ്രകാശം അവൻ്റെ മേൽ അടിച്ചപ്പോഴാണ് അവൻ എന്ത് ചെയ്തത്? അവൻ അത്രയും വലിയ പ്രകാശം അടിച്ചപ്പോഴാണ് അവൻ താഴെ വീണതെന്നൊക്കെ നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ ഈ ശൗലിൻ്റെ കണ്ണിൻ്റെ കാഴ്ച വരെ പോയി എന്നുള്ളതാണ്. ഇത്രയും വലിയ ശക്തിയേറിയ ഒരു ദൈവത്തിൻ്റെ പ്രകാശം അവൻ്റെ മേൽ അടിച്ചപ്പോൾ അവൻ എന്ത് സംഭവിച്ചു? അവൻ അന്ധനായി തീർന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾക്കറിയാം, അവന് ഇങ്ങനെ അനന്യാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് ഇങ്ങനെ പോവുകയും അങ്ങനെ അവിടെ ചെന്നിട്ട് ഇവന് എന്താ പറയുക, ദൈവത്തിൻ്റെ ആജ്ഞപ്രകാരം ഈ ഷൗലിന് അവിടുന്ന് 3 ദിവസത്തിന് ശേഷം അവന് കാഴ്ച ലഭിക്കുകയും ചെയ്ത് അവൻ എന്ത് ചെയ്തു? പിന്നെ ക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനായി തീർന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾക്കറിയാം, ഈ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായി തീർന്ന ഷൗലും പിന്നെ എന്ത് ചെയ്തിരിക്കുകയാണ്? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇങ്ങനെ സുവിശേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ ഇത് അറിയാത്ത ശിഷ്യന്മാർക്കൊക്കെ പേടിയാണ്. കാരണം അവർ വിചാരിച്ചു ഇവനല്ലേ എല്ലാവരെയും ഉപദ്രവിക്കുവാൻ നടന്നത്. അപ്പോൾ ഇവന് മാനസാന്തരം വന്നു എന്ന് വിചാരിച്ചപ്പോൾ എല്ലാവരും ഇങ്ങനെ ഭയപ്പെടുകയാണ്. പക്ഷേ എന്താ പറയുക, ഇവൻ നല്ലവനാണെന്നൊക്കെ ഇവനെക്കുറിച്ച് സാക്ഷ്യം പറയുകയും അങ്ങനെ ഇവനെ ശിഷ്യന്മാർ അംഗീകരിക്കുകയും ചെയ്തതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇങ്ങനെ നമ്മൾക്കറിയാം, ഇവർക്ക് ഒത്തിരി എന്താ പറയുക പ്രശ്നങ്ങളൊക്കെ വന്ന കൂട്ടത്തിൽ ഇവരെന്ത് ചെയ്തു? ശിഷ്യന്മാരെയൊക്കെ തടവിലാക്കിയെന്ന് നമ്മൾ പറഞ്ഞല്ലോ. തടവിലാക്കിയപ്പോഴത്തേക്കും ഇവരെല്ലാവരും പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചിതറിപ്പോയി. അപ്പോൾ ചിതറിപ്പോയി ഇടത്തൂടെയൊക്കെ ഇവരെന്ത് ചെയ്യുകയാണ്? ഇവർ സുവിശേഷം പ്രസംഗിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരു ശിഷ്യനുണ്ട്. ആ ശിഷ്യൻ എന്ത് ചെയ്തിരിക്കുകയാണ്? പുള്ളി ഇങ്ങനെ ശമരിയ എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ പോയിട്ട് ഇങ്ങനെ ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും അവിടെ കുറേ പേർക്ക് എന്താ പറയുക ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങളും മാനസാന്തരങ്ങളൊക്കെ അവർക്ക് സംഭവിക്കുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ അപ്പസ്തോല പ്രവർത്തനത്തിനകത്താണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്തെല്ലാം കിടപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ സുവിശേഷം പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഇവരിങ്ങനെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്കറിയാം, ഒരു കൂട്ടം ആൾക്കാർ ഇപ്പോഴും എവിടെ തന്നെയാണ്? യെരുശലേമിൽ തന്നെയാണ്. ഇവർ യെരുശലേമിൽ നിന്ന് ഈ ശിഷ്യന്മാർ പുറത്തോട്ട് പോയിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇവർ അവിടെ ഇരിക്കുന്ന സമയത്ത് അപ്പോഴാണ് നമ്മുടെ ഫിലിപ്പോസ് എവിടെയാണ്? ശമരിയയിലാണ് പോയത്. അത് നമ്മുടെ ഈ യഹൂദന്മാരുടെ ഒരു യഹൂദിയ ദേശത്തിലെ പട്ടണമല്ല, പുറത്തുള്ള പട്ടണമാണ്. അപ്പോൾ അവിടെ പോയി പുള്ളി പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ ഈ പത്രോസും യോഹന്നാനും ഒക്കെ എവിടെയാണുള്ളത്? ഇവരുള്ളത് യെരുശലേമിലാണുള്ളത്. അപ്പോൾ ഇവർ അവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ട് ഇരിക്കുന്ന സമയത്ത് പത്രോസിന് ഇങ്ങനെ ഒരു എന്തുണ്ടായി? പത്രോസിന് ഒരു ദർശനമുണ്ടായി. ഇങ്ങനെ സ്വർഗത്തിൽ നിന്ന് വലിയൊരു പാത്രം ഇറങ്ങി വരികയും അതിനകത്ത് ഭൂമിയിലുള്ള എല്ലാ നാൽക്കാലികളും മൃഗങ്ങളും ഒക്കെ അതിനകത്തുണ്ട്. അപ്പോൾ അതിനെയെല്ലാം കൊന്നു തിന്നുവാൻ പത്രോസിനോട് ഇങ്ങനെ ഒരു സ്വരം കേൾക്കുകയാണ്. അപ്പോൾ പത്രോസ് ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, ഞാനിതൊന്നും കഴിക്കത്തില്ല, ഇതൊക്കെ അശുദ്ധമല്ലേ, അശുദ്ധമായത് ഇതൊന്നും യഹൂദന്മാർക്ക് അശുദ്ധമാണല്ലോ, ഞാനിത് കഴിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ദൈവത്തിൻ്റെ ശബ്ദം അവനോട് സംസാരിക്കുകയാണ്, ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ അശുദ്ധമെന്ന് പറയരുതെന്ന് പറയുന്നു. അപ്പോൾ പത്രോസിന് മനസ്സിലായി ദൈവം എന്താണ് ഉദ്ദേശിച്ചതെന്ന് പത്രോസിന് മനസ്സിലായി. അപ്പോൾ ഇവൻ ഈ ദർശനം കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരു അന്യജാതിക്കാരനായ ഒരു വ്യക്തി ആളയച്ച് പത്രോസിനെ വരുത്തിപ്പിക്കുകയും പത്രോസിനോട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. ദൈവത്തെക്കുറിച്ചുള്ള സുവിശേഷം നീ പറയണം, ദൈവം എന്നോട് ദർശനത്തിലൂടെ ഇടപെട്ടു എന്നൊക്കെ അന്യജാതിക്കാരനായ വ്യക്തി ഇങ്ങനെ സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ പത്രോസിന് മനസ്സിലായി എല്ലാ ജാതികളോട് സുവിശേഷം പറയണമെന്നുള്ള ആ ഒരു ദൈവത്തിൻ്റെ ദർശനമാണ് എനിക്കുണ്ടായതെന്ന് മനസ്സിലാക്കിയ പത്രോസ് എല്ലാവരോടും ഇങ്ങനെ ദൈവത്തിൻ്റെ സുവിശേഷം പറയുകയും അങ്ങനെ അവരുടെ മേലും അവർ മാനസാന്തരപ്പെടുകയും അങ്ങനെ അവരുടെ മേലും പരിശുദ്ധാത്മാവ് വരികയും ചെയ്തപ്പോൾ പത്രോസ് കൈവച്ചപ്പോഴാണ് അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു എന്നുള്ളതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പത്രോസ് ഇതൊക്കെ യെരുശലേമിലുള്ള മൂപ്പന്മാരെയൊക്കെ അറിയിക്കുകയാണ്. അപ്പോൾ അവർ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ലോകത്തിന് എന്താ പറയുക പല ഭാഗങ്ങളിലും ഇങ്ങനെ യേശുക്രിസ്തുവിന് വേണ്ടിയുള്ള സുവിശേഷം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലായപ്പോൾ ഇവരെന്ത് ചെയ്തു? ബർണാബാസ് എന്ന് പറയുന്ന ഒരു ശിഷ്യനെ ഇങ്ങനെ അന്ത്യോക്യ എന്ന് പറയുന്ന ഒരു പട്ടണത്തിലേക്ക് ഇങ്ങനെ അയച്ചു. അപ്പോൾ അവിടെ ചെന്ന് ഈ ബർണാബാസ് ഇങ്ങനെ സുവിശേഷം പ്രസംഗിക്കുന്നതിന് മുൻപേ തന്നെ എന്ത് ചെയ്തു എന്നറിയാമോ? ഈ ഷൗലിനെ നമ്മൾക്കറിയാം, ഇവർ ആദ്യം ക്രിസ്ത്യാനികളെ ദ്രോഹിച്ചുകൊണ്ടിരുന്നവനാണ്. അതിനുശേഷം യേശുക്രിസ്തുവിൻ്റെ ആ ഒരു ദർശനമുണ്ടായപ്പോൾ പുള്ളി എന്ത് ചെയ്തു? യേശുവിൻ്റെ ശിഷ്യനായിട്ട് മാറി. അപ്പോൾ പുള്ളി ഇങ്ങനെ നടന്നിങ്ങനെ സുവിശേഷം പ്രസംഗിക്കുകയാണ്. അപ്പോൾ ഈ ബർണാബാസ് അന്ത്യോക്യയിൽ എത്തിയപാടെ അവിടെ എവിടെയെങ്ങാണ്ട് ഷൗലുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഷൗലിനെ വിളിച്ചു വരുത്തിയത് നമ്മുടെ പഴയ നിയമത്തിലെ ഷൗൾ അല്ല
കേട്ടോ. ഇത് ഷൗൽ, ഇത് പുതിയ നിയമത്തിലെ ഷൗൽ. ഓക്കെ, അപ്പോൾ ഈ ഷൗലിനെ വിളിച്ചു വരുത്തിയിട്ട് ബർണ്ണബാസും ഷൗലും കൂടെ അവിടെ നിന്നിങ്ങനെ എന്താ പറയുക, ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഷൗലിനെയാണ് നമ്മൾ പുതിയ നിയമത്തിൽ നമ്മുടെ ലേഖനങ്ങളിലൊക്കെ നമ്മളെന്താ വിളിക്കുന്നത്, നമ്മൾ പൗലോസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പൗലോസിൻ്റെ എന്താ പറയുക പേരാണ് ഷൗൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇങ്ങനെ ഫിലിപ്പോസ് അല്ല, ബർണ്ണബാസും നമ്മുടെ എന്താ പറയുക ഷൗലും കൂടെ അന്ത്യോക്യ എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ ദൈവത്തിൻ്റെ സുവിശേഷം, ഇങ്ങനെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അവരിങ്ങനെ പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്നേരം ഒത്തിരി ആൾക്കാർ ദൈവത്തിലേക്ക് വന്നു, നാനാജാതിയിൽപ്പെട്ട ആൾക്കാർ വന്നു. ഇത്രയും നാളും യഹൂദന്മാരായിരുന്നു, എന്നാൽ യഹൂദന്മാർ മാത്രമല്ലാത്ത എല്ലാ ജാതികളിലും പെട്ട ആൾക്കാർ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്തതൊക്കെ കണ്ടു. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോഴത്തേക്കും എന്ത് ചെയ്തു, അവിടെ അന്ത്യോക്യ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഇവർക്ക് എന്ത് പേരായത്, ഇവർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായത്. അതായത് യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്നവരെയെല്ലാം ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഒരു വലിയ കൂട്ടം അവിടെ രൂപപ്പെടുകയും അവർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേര് ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഈ ക്രിസ്ത്യാനി എന്ന പേര് എവിടെ വെച്ചാണ് ഉണ്ടായത്, അന്ത്യോക്യയിൽ വെച്ചാണ് ഉണ്ടായത്. അന്ത്യോക്യ എന്ന് പറയുന്നത് ഇന്നത്തെ എന്താ പറയുക തുർക്കി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് അന്ത്യോക്യ എന്ന് പറയുന്ന സ്ഥലമുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ ഇങ്ങനെ വെച്ചിട്ട് ക്രിസ്ത്യാനികൾ എന്ന പേര് ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ക്രിസ്ത്യാനികൾ എന്ന പേര് ആർക്കാണ് ഉണ്ടായത്, യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ഈ ശിഷ്യന്മാർ പ്രസംഗിച്ചപ്പോൾ അത് കേട്ട് യേശുക്രിസ്തുവിനെ വിശ്വസിച്ച ഒരു കൂട്ടം സമൂഹത്തെ മൊത്തം വിളിക്കുന്ന പേരാണ് എന്ത്, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. അല്ലാതെ ഇന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പോലെ വിഗ്രഹങ്ങളെ ആരാധിച്ചും വിഗ്രഹങ്ങളുടെ പടമുണ്ടാക്കിയും വെച്ച് എന്താ പറയുക യേശുക്രിസ്തുവിൻ്റെ ആണെന്ന് പറഞ്ഞ് പടമുണ്ടാക്കി വെച്ചിരിക്കുന്നവരെ അല്ല വിളിച്ചിരിക്കുന്നത്. ആരെയാണ്, യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അംഗീകരിച്ച ശിഷ്യന്മാർ പ്രസംഗിച്ചിരിക്കുന്ന ആ ഒരു സമൂഹത്തെയാണ് എന്ത് വിളിച്ചിരിക്കുന്നത്, ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചിരിക്കുന്നത്. ഓർക്കുക, സ്തേഫാനോസ് ആരാണ്, യേശുക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യൻ മാത്രമാണ്. അതായത് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ ഒരു ശിഷ്യന്മാരായ 12 ശിഷ്യന്മാരിൽ ഒരാൾ മരിച്ചുപോയി എന്ന് നമ്മൾ പറഞ്ഞു. ആരാണ് മരിച്ചുപോയത്, തൂങ്ങിച്ചത്തുപോയ യൂദ. അത് കഴിഞ്ഞ് 11 ശിഷ്യന്മാരുണ്ട്. ആ 11 ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ അവർക്ക് എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാൻ പറ്റാതെ, അതായത് നമ്മൾക്കറിയാം ഈ ആൾക്കാർ സഭയിലോട്ട് ഇങ്ങനെ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം കേട്ട് വന്നു കഴിയുമ്പോൾ അവർക്ക് അവരുടേതായ പല ആവശ്യങ്ങളുണ്ടല്ലേ. സുവിശേഷീകരണം മാത്രമല്ല, ഇവർക്ക് ആഹാരം ഉണ്ടാക്കണം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്താ പറയുക ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത 2 വ്യക്തികളിൽ ഒരാളാണ് ഈ സ്തേഫാനോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്തേഫാനോസിനെ നമ്മൾക്കറിയാം കല്ലെറിഞ്ഞു കൊല്ലുകയാണ്, യഹൂദന്മാർ കല്ലെറിഞ്ഞ് കൊല്ലുകയാണ് ചെയ്തത്. അപ്പോൾ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സ്തേഫാനോസിനെ എന്ത് ചെയ്തിരിക്കുകയാണ്, സ്വർഗത്തിലേക്ക് ദൈവം അവൻ മരിച്ച് അടക്കി കഴിഞ്ഞിട്ട് ഇവൻ്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൈക്കൊണ്ടു എന്നുള്ളതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സഭകളിലൊക്കെ, ഇന്ന് ചില കത്തോലിക്ക സഭകളിലൊക്കെ ഈ സ്തേഫാനോസിൻ്റെ എന്താ പറയുക ചിത്രമൊക്കെ വെച്ചിട്ട് എന്താ പറയുക ഒരു പെരുന്നാളും പോലുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്നും ശരിയല്ല. കാരണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾക്ക് ഏക മധ്യസ്ഥനായിട്ട് ആരോ അല്ല, യേശുക്രിസ്തു മാത്രമാണ് നമ്മളുടെ ഏക മധ്യസ്ഥൻ എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, അതൊക്കെ നമ്മൾക്ക് ഇനി വരുന്ന അധ്യായങ്ങളിൽ നമ്മൾക്കത് ചിന്തിച്ച് തുടങ്ങാം. ഓക്കെ, അങ്ങനെ ആദ്യമായിട്ട് ഇവർക്ക് എന്ത് പേരായി, ക്രിസ്ത്യാനികൾ എന്ന പേരായി. അങ്ങനെ ക്രിസ്ത്യാനികൾ ആദ്യമായിട്ട് ലോകത്തിൽ ഇങ്ങനെ ഉത്ഭവിച്ചിരിക്കുകയാണ്. അത് ആരാണ്, അന്ത്യോക്യയിൽ വെച്ചിട്ടാണ് ക്രിസ്ത്യാനികൾ എന്ന പേരായിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ ഇവർക്ക് എന്താണ്, ഈ ശിഷ്യന്മാർക്ക് ഒത്തിരി എന്താ പറയുക പ്രശ്നങ്ങളുണ്ട് അല്ലേ. ഈ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവരെല്ലാം ഈ യഹൂദന്മാർ ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാം ഇവരെ ഇങ്ങനെ ഉപദ്രവിക്കുകയാണ്. അപ്പോൾ ഈ ഉപദ്രവം സഹിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇത്രയും പേര് യേശുക്രിസ്തുവിനെ അംഗീകരിച്ചിരിക്കുന്നത്. ഇന്നും നമ്മൾക്കറിയാം ക്രിസ്ത്യാനികൾ പലയിടങ്ങളിൽ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ എല്ലാം എന്താണ് ക്രിസ്ത്യാനികളെന്ന് പീഡ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അത് ഇന്ന് തുടങ്ങിയതല്ല, അത് അന്നേ തുടങ്ങിയത്. എന്നൊക്കെ യേശുക്രിസ്തുവിൻ്റെ നാമം എന്താ പറയുക സുവിശേഷീകരിക്കുവാൻ തുടങ്ങിയോ അന്നെല്ലാം ക്രിസ്ത്യാനികൾ കഷ്ടത്തിലൂടെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. എത്ര കഷ്ടം വന്നാലും, എത്ര ദുരിതം വന്നാലും, എത്ര പീഡ വന്നാലും ക്രിസ്ത്യാനി എന്നുള്ളത് ഈ ലോകത്തിൽ തീർന്നു പോയിട്ടില്ല, അത് തീർന്നു പോകത്തുമില്ല. എന്ന് വെച്ചാൽ ഈ ലോകത്തിൻ്റെ അവസാനം വരെ, ഈ ലോകമുള്ളിടത്തോളം നാളെ എന്തുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. അത് കുറേ പേരെ കൊന്നാലും കുറേ പേരെ തീർത്താലും ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നൊരു സമൂഹം അവസാനിക്കത്തില്ല എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ തെളിവാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ സമൂഹം. ഓക്കെ, അപ്പോൾ ഈ പീഡകളൊക്കെ അന്നേ തുടങ്ങി. അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്തത് നമ്മൾക്ക് ബാലൻസ് നാളെ നമ്മൾക്ക് ചിന്തിക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കണ്ടു യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്കുണ്ടായ പീഡകളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾക്കറിയാം അവർക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ ചെയ്ത അത്ഭുതങ്ങളെ നമ്മൾ കണ്ടു. ആരുടെ നാമത്തിലാണ് ചെയ്തിരിക്കുന്നത്, ഇന്ന് കാണുന്നത് പോലെയുള്ള കാട്ടിക്കൂട്ടലുകളൊന്നുമല്ല
കാലഘട്ടവും അവർ ശിഷ്യന്മാരെന്താ ചെയ്തിരിക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാണ് അത്ഭുതങ്ങൾ ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഒരു വ്യക്തിയുടെ പ്രഭാവത്തിലല്ല, വ്യക്തിപ്രഭാവത്തിലല്ല അത്ഭുതങ്ങൾ നടക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് അത്ഭുതങ്ങൾ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. ഓക്കെ, അതിനുശേഷം ദൈവത്തെ സ്വീകരിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ തന്നത് നമ്മൾ കണ്ടു. പരിശുദ്ധാത്മാവിൻ വന്നു കഴിയുമ്പോൾ അന്യഭാഷകളിൽ, പുതുഭാഷകളിൽ, അതായത് നമ്മൾക്കറിയാൻ മേലാത്ത ഭാഷകളിൽ നമ്മൾ സംസാരിക്കുമെന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു. ഓക്കെ, ശിഷ്യന്മാർ നമ്മൾ കണ്ടു, കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മളത് കണ്ടു അല്ലേ? ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ഇവർ അന്യഭാഷകളിൽ സംസാരിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഈ അന്യഭാഷയിൽ സംസാരിക്കുക എന്നുള്ളത് പരിശുദ്ധാത്മാവ് നമ്മളുടെ മേൽ വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന ഒരു ഗിഫ്റ്റാണ് എന്നുള്ളത് നമ്മൾ കണ്ടു. അങ്ങനെ ഓർക്കുക, യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്നവർക്ക് എന്നും ഒരു കഷ്ടം ഉണ്ട്. എങ്കിലും കഷ്ടമുണ്ടെങ്കിലും ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറയുവാനിടയായി തീർന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾക്ക് വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾക്കത് ചിന്തിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.